ഒരെണ്ണം പോയി ഒന്ന് ഒതുങ്ങി വരുമ്പോഴേക്കും എന്താ വേറെത് വരും. ഇതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. ചൂടായത് കൊണ്ടോ വെള്ളം കുടിക്കാത്തതുകൊണ്ടോ പടച്ചോൻക്കറിയാം. അല്ലെങ്കിലും കുരുവൊക്കെ വരാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. ഒന്ന് കാലാവസ്ഥ മാറിയാൽ തന്നെ എൻ്റെ മുഖത്ത് കുരു പൊന്തും. പറയാൻ വന്നതൊന്നല്ല, കുറച്ച് നമുക്കിന്ന് ഗ്രാമീണ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിച്ചിട്ട് ഇങ്ങനെ നടക്കാന്ന് വിചാരിച്ചു. നമ്മുടെ വീടിന്റെ കനാലിന്റെ മേലെ കൂടെയുള്ള കാഴ്ചകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് അങ്ങോട്ട് നടന്നു പോകുമ്പോഴത്തേക്കും പാടത്തിന്റെ സൈഡായിട്ട് ശിവന്റെ അമ്പലം ഉണ്ട്. അവിടെ ചെറിയൊരു കുളമൊക്കെ ആയിട്ട് അമ്പലത്തിന്റെ അടുത്ത് തന്നെ ആയിട്ടാണ് മദ്രസ വരുന്നത്. ബൈ ദ വേ ഞാനും ഈ മദ്രസയിൽ തന്നെയായിരുന്നു പഠിച്ചത്. ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നടന്നിട്ട് നമ്മൾ തറവാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പോയപ്പോൾ തന്നെ ആന്റി നമുക്ക് നല്ലൊരു ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാത്രി ആന്റി ദോശ ഇടുകയായിരുന്നു. അപ്പോഴാണ് ഒരാൾ ക്യാമറ കണ്ടപാട് ഓടിപ്പോണം. നമ്മുടെ ഇന്നത്തെ വൈകിട്ട് ഫുഡ് ദോശയും അതുപോലെ തന്നെ ചട്നി സാമ്പാറൊക്കെ ആയിട്ട് നല്ലൊരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദോശ കഴിയുമ്പോഴത്തേക്കും ആന്റിന്റെ സ്പെഷ്യൽ മുട്ട ദോശ വേണമെങ്കിൽ പറയാം, അത് കഴിച്ചു. അതും സാമ്പാറും ചമ്മന്തിയും ഒക്കെ കൂടി നന്നായിട്ടുണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് ഓടിപ്പോയത് ക്യാമറയുടെ മുന്നിൽ തന്നെ കിട്ടി.